ഫെബ്രുവരി മാസം 5-ാം തീയതി ക്രിസ്തുവർഷം 2025. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഇന്നത്തെ തിരുവചന വായന 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവനിവേശിതമായ ദൈവശ്വാസീയമായ ദൈവവചനം ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കട്ടെ. അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാകിയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അവിടുത്തെ പുത്രനെ അയച്ച് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കാൽവരി മരണത്തിൻ്റെ ഫലമാണ് സഭ എന്ന്, രക്ഷ എന്നും നീതീകരണമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങൾ അവിടുത്തെ വചനം പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളിൽ കൂടെ പ്രവർത്തിച്ച് അവിടുത്തെ വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, വിശ്വസിക്കാൻ തക്കവണ്ണം, അത് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ നല്ല പ്രവൃത്തിക്കും അത് ഗുണകരമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. കഴിഞ്ഞ ആഴ്ച നാം വളരെ ഗഹനമായ ചില പഠനങ്ങൾ ആണ് ഇതിലൂടെ കടന്നുപോയത്. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അതിനല്പമായിട്ട് നാം ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിനുള്ള കാരണം പലപ്പോഴും നാം പിടിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്. ആ പിടിക്കപ്പെട്ട ആൾക്കാരുടെ വഞ്ചന ഉപദേശമായിരിക്കാം നമ്മളെ സ്വാധീനിച്ചത്. അതിൽ അല്പമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി അതാണ് സ്വതവേ കണ്ടുവരുന്നത്. എന്നാൽ ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ, സുവിശേഷത്താൽ, തിരുവചനത്തിൻ്റെ ശക്തിയാൽ, അതിൻ്റെ ഉറപ്പിൽ രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്ന് ദൈവ മനുഷ്യനായി തീരുന്നൊരു വ്യക്തി തീർച്ചയായിട്ടും അവരുടെ ഉപദേശങ്ങൾ അവർ പരിശോധിച്ച് അവർ കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്ന ദൈവിക സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷകൾ നടത്തേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിലും സംഭവിച്ച ഒരു കാര്യമായതിനാൽ എന്നെ കേൾക്കുന്നവർക്ക് ഒരിക്കലും സംഭവിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വിവിധ വേദഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുന്നതും. ഏറ്റവും പ്രധാനമായിട്ട് ദൈവന്മാർ, ക്രിസ്തു ആര്, കാൽവരിയിൽ എന്താണ് നടന്നത്, സുവിശേഷം എന്താണ്, സുവിശേഷത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, സുവിശേഷകൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ദീർഘനാളത്തെ ഒരു പ്രവർത്തനമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കുക പ്രാപിക്കുമെന്നുള്ളത്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഈ കൃപയാൽ വിശ്വാസത്താലെ രക്ഷ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദീർഘനാളത്തെ പഠനങ്ങൾ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ദൈവത്താൽ തൊട്ട്, ദൈവത്തിൻ്റെ വചനത്താൽ തൊട്ട് അത് വിശ്വസിച്ച്
അതിൻ്റെ വാക്താക്കളായി. അതുകൊണ്ടാണ് നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചത്. നമ്മൾ ആരുടെ സ്ഥാനപതികൾ? നമ്മൾ ആർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? നമ്മുടെ സുവിശേഷം എന്ത്? ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത് എപ്പോൾ? പല ഉപദേശങ്ങളും വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ അവസാനം രക്ഷിക്കപ്പെടും, പക്ഷേ സാധ്യതയുണ്ട്, അതും ഉറപ്പില്ലാത്ത കാര്യമാണ്. മിക്കവാറും എല്ലാ സഭകളിലും, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് അപ്രകാരമാണ്. ചിലർക്ക് അനുഭവമാണ് ജീവിതത്തിൽ. അനുഭവങ്ങൾ കൊണ്ടൊന്നും ദൈവിക സത്യങ്ങൾ ഉറപ്പാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില പ്രത്യേക വാക്യങ്ങളെടുത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. രാഗത്തുക എന്ന് പറഞ്ഞാൽ നാം ആരുടെ സ്ഥാനാധിപതികൾ, നാം ആരുടെ വാക്താക്കൾ, ആരുടെ പകരക്കാരൻ? യേശുക്രിസ്തു ദൈവപുത്രനാകയാൽ അവന് സകല മനുഷ്യർക്കും പകരക്കാരനാകാൻ സാധിച്ചു. എന്നാൽ എന്നെപ്പോലുള്ള എളിയവർക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് പകരക്കാരനായിട്ട് നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാം, നിങ്ങൾ ദൈവമായിട്ട് നിരന്നുകൊള്ളുവിൻ. അത് ആധികാരികമായി പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരുപാട് നടത്തിപ്പും ദീർഘവർഷങ്ങളിലെ പഠനവും അത് ആവശ്യമാണ്. അതുകൊണ്ട് എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, ആരുടെ സ്ഥാനാധിപതികൾ, ആരുടെ വാക്താക്കൾ, ആരുടെ പകരക്കാരൻ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ, ഒരു അടിസ്ഥാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ചില വ്യത്യാസങ്ങൾ വരുത്തി പ്രസംഗിക്കുന്നത് അത് വാസ്തവത്തിൽ സത്യമാകണം ഇല്ല. ഇന്ന് നാം വായിക്കാനും പഠിക്കാനൊക്കെ ആഗ്രഹിച്ച ഒരു പ്രധാന വിഷയം ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാകിയാൽ ആണ് ഞാനിതെടുക്കാൻ കാരണം. ഈ 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ, അതിൻ്റെ വേറൊരു പരിഭാഷ കൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമം, അത് കൊയിനെ ഗ്രീക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് രീതിയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. കൊയിനെ ഗ്രീക്ക്, ക്ലാസിക് ഗ്രീക്ക്, അറ്റിക് ഗ്രീക്ക്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രീക്ക് ഭാഷ ഉണ്ട്. അതിൽ കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്നത്, ചന്തഭാഷ എന്ന് പറയുന്നത്, ആ ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പല ഗ്രീക്ക് ഭാഷ മാതൃഭാഷയല്ലാത്ത എനിക്കും നിങ്ങൾക്കും വിവിധ പരിഭാഷകളിലൂടെ കടന്നു പോകുന്ന നല്ല കാര്യമായിരിക്കും. എന്നാൽ എല്ലാ പരിഭാഷകളും ദൈവനിവേശിതമോ ദൈവത്തിൻ്റെ ദൈവശോസിയുമോ അല്ല. പരിഭാഷകളൊന്നും അപ്രകാരമല്ല. അതുകൊണ്ടാണ് നമുക്കിതിനെ സംബന്ധിച്ച് പഠിപ്പിക്കേണ്ടത് വരുന്നത്. പരിശുദ്ധാത്മ എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ പറയുന്നു? ഇപ്പോൾ നമ്മൾ 2 തിമോത്തിയും 1 തിമോത്തിയൊക്കെ വായിക്കുമ്പോൾ അതെല്ലാം പാസ്റ്ററൽ എപ്പിസൽസ് എന്നാണ് പറയുക. ഇടയ ശുശ്രൂഷയിൽ അതിനു വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന, പാസ്റ്റർമാർക്ക് നൽകുന്ന, സഭാ ശുശ്രൂഷകന്മാർക്ക് അവരുടെ യോഗ്യതകളും അവരുടെ കഴിവുകളെ സംബന്ധിച്ച ലേഖനങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം അത് എളുപ്പമായ കാര്യം അല്ല. അതുകൊണ്ട് വിവിധ പരിഭാഷകൾ ഓരോ സഭകൾക്കും ഇന്ന് ഓരോ അവരുടേതായ ഗ്രന്ഥങ്ങളുണ്ട്, അവരുടേതായ പരിഭാഷകളുണ്ട്. ഒരാൾ വേറെ ആളുടെ പരിഭാഷ ഉപയോഗിക്കുന്ന കണ്ടാൽ അവനെ പുറത്താക്കുന്ന രീതികളാണ്. ഒരു സഭ വിശ്വസിക്കുന്ന ഉപദേശങ്ങൾക്ക് അപ്പുറമായിട്ട് ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ അവനെ പുറത്താക്കുന്ന സഭകളാണ് ഇന്നുള്ളത്. ദൈവസ്നേഹമോ ദൈവകൃപയോ മനസ്സിലാക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുവരികയാണ്. അതുകൊണ്ട് വേറൊരു പരിഭാഷ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് POC ബൈബിളിൻ്റെ പരിഭാഷയാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതാണ് 16-ാം വാക്യം. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അത് നല്ലൊരു പരിഭാഷയാണ്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ അത് വേറെ അല്പം വ്യത്യസ്തമായിട്ടാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. വാക്കുകൾ, ഏത് വാക്കുകൾ കൊണ്ടാണ് ഇതിന് തർജ്ജമ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മൂലഭാഷയെ സംബന്ധിച്ച
അല്പമെങ്കിലും നമുക്കൊരു ഗ്രാഹ്യം ദൈവവചനത്തിൽ നിന്ന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ട് മറ്റുള്ളവരോട് ഇത് സത്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഈ വിഷയം നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. വ്യക്തമായിട്ട് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണത്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം, ദൈവവചനം. ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ തിരുവും ദൈവശ്വാസീയമാണ്. അപ്പോൾ ദൈവശ്വാസീയം എങ്ങനെയായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഈ എഴുത്തുകാരിൽ പ്രവർത്തിച്ചത്, അത് തന്നെ വലിയ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻസ്പിറേഷൻ ഓഫ് ദി ബൈബിൾ. എങ്ങനെയാണ് ദൈവശ്വാസീയമായ വചനം, ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് ലഭിച്ചത് എന്നുള്ളതും അത് സൂക്ഷിക്കപ്പെട്ടതും അത് ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഈ 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ദൈവവചനം. ഇത് ആർക്കാണ് ഉപകാരമായിരിക്കുന്നത് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അത് ദൈവ മനുഷ്യനാണ്. ദൈവ മനുഷ്യൻ, മാൻ ഓഫ് ഗോഡ്. അപ്പോൾ ഗോഡ് ബ്രീത്ഡ് വേർഡ് ആൻഡ് മാൻ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവം, ദൈവവചനം, ദൈവ മനുഷ്യൻ. പിന്നെ ഇതിൻ്റെ ഉദ്ദേശം എഴുതിയിട്ടുണ്ട്, ഉദ്ദേശം. അപ്പോൾ അത് ഒരു പ്രത്യേക ഗ്രീക്ക് പദം ഉപയോഗിച്ച് ആ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത് ദൈവം ഉദ്ദേശിച്ച ദൈവവചനം, ദൈവ മനുഷ്യനിൽ അതിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ ഉദ്ദേശമാണ്, ദൈവിക ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ട് ദൈവശ്വാസ്യമായ വചനം എഴുതി സൂക്ഷിച്ച് നമുക്ക് നൽകി, അത് ആർക്ക് വേണ്ടിയാണ്, അതെന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് പരമപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തിൽ വെളിപ്പെട്ട് വരുന്ന ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചും കാൽവരിയിലെ മരണത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായ ധാരണകൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെ നിന്ന് ഇത് പ്രസംഗിക്കുക എന്നുള്ളത് തമാശയല്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഈ പ്രസംഗത്തിലൂടെയാണ് എന്നെ കേൾക്കുന്നവരുടെയും എൻ്റെയും നിത്യത തീരുമാനിക്കപ്പെടുന്നത്. നിത്യത തീരുമാനിക്കപ്പെടുന്നത് ഈ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയും, എൻ്റെ സുവിശേഷം കൊണ്ട് നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ. പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്ത്യ ന്യായവിധി. അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ അവിടെ ദൈവവചനം, ദൈവമനുഷ്യൻ, ദൈവവചനത്തിൻ്റെ ഉദ്ദേശം, ഈ ദൈവ മനുഷ്യനെ സംബന്ധിച്ച ഉദ്ദേശം, ദൈവിക ഉദ്ദേശം, അതിനുവേണ്ടി ആ ഉദ്ദേശം നടപ്പാക്കാൻ തക്കവണ്ണം നമുക്ക് നൽകപ്പെട്ട ഈ വചനം, അതിൻ്റെ പരിഭാഷകളാണ് സത്യവേദ പുസ്തകത്തിൽ നിന്ന് POC ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ചത്. എന്നാൽ ഞാനിത് അതിൻ്റെ കൊയിനെ ഗ്രീക്കിലുള്ള ഭാഷയിൽ നിന്ന് എൻ്റെ ചെറിയ കഴിവുകൾ അനുസരിച്ച് വിവിധ കമ്പ്യൂട്ടറിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഞാനത് പഠിച്ച് അത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നത്, നമുക്കറിയാം ഏതൊരു വാക്ക് എഴുതുമ്പോഴും ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്, ഒരു വെർബുണ്ട്. 3 കാര്യങ്ങൾ ചേർന്നാണ് ഒരു പൂർണ്ണ വാക്യം, ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കർത്താവ് അല്ലെങ്കിൽ ഇതിൻ്റെ സബ്ജക്റ്റ്, അത് ഗ്രീക്ക് ഭാഷയിൽ നോമിനേറ്റീവ് കേസ് എന്ന് പറയും. അത് ദൈവശ്വാസ്യമായ ദൈവവചനമാണ്. എല്ലാ തിരുവെഴുത്തും, അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉൾപ്പെട്ട മൊത്തമായിട്ട് അത് കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. അപ്പം അങ്ങനെ ഈ ദൈവവചനത്തിൻ്റെ ഉദ്ദേശം ദൈവ മനുഷ്യൻ തികഞ്ഞവൻ ആകണമെന്ന് തന്നെയാണ്. തികഞ്ഞവനാകണം.
ദൈവത്തിൻ്റെ മനുഷ്യൻ തികഞ്ഞവനാകണം. ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവവചനത്താൽ തികഞ്ഞവനാകണം. പിന്നെ മൂന്നാമത്തെ ഉദ്ദേശമാണ് സൽപ്രവൃത്തികൾക്ക് വക പ്രാപിക്കണം. ഈ വക പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ സത്യവേദോസ്വല പരിഭാഷയുടെ മലയാള പരിഭാഷയാണ്. നാം പ്രാപ്തരാകണം. അതെനിക്ക് എളുപ്പമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. വക പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ മലയാളികൾക്കോ എനിക്കോ പോലും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പ്രാപ്തരാകുക, പ്രാപ്തിയുള്ളവരാകുക, തികഞ്ഞവരാകുക, അതിന് യോഗ്യരാകുക എന്ന് പറഞ്ഞാൽ ദൈവിക സത്യങ്ങളിൽ നമ്മൾ രൂപാന്തരപ്പെടുത്തണം. ആ രൂപാന്തരപ്പെട്ട ദൈവിക ശുശ്രൂഷകൾ നാം ചെയ്യുന്നവരാകണം എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യൻ ഒന്നാമതായിട്ട് തൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ദൈവവചനത്താൽ തികഞ്ഞവനാകണം. അതിന് വേറെ പരിഭാഷ പൂർണ്ണത കൈവരിക്കണം വ്യക്തി ജീവിതത്തിൽ. കാരണം ഇതിൻ്റെ സബ്ജക്റ്റ്, ഈ വാക്യത്തിൻ്റെ കർത്താവ് അവനുള്ള യോഗ്യതകളായിട്ടാണ്, അതിൻ്റെ അഡ്ജക്റ്റീവാണത്. ഈ ദൈവ മനുഷ്യൻ അവനുണ്ടാകേണ്ട യോഗ്യതകളാണത്. അവൻ ദൈവവചനത്താൽ രൂപാന്തരപ്പെട്ടവനായിരിക്കണം. ദൈവിക സത്യങ്ങൾ നല്ല വിധത്തിൽ മനസ്സിലാക്കി തികഞ്ഞവനാകണം, പ്രാപ്തനാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? സൽപ്രവൃത്തികൾ ചെയ്യണം. നമുക്കറിയാം സൽപ്രവൃത്തികൾ കൊണ്ടല്ല ഒരുവൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. എന്നാൽ സ്വർഗത്തിന് അവകാശികളായ രക്ഷിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ടവരുടെ ഒരു പ്രവർത്തന രീതിയാണ് സൽപ്രവൃത്തികൾ. നമുക്കറിയാം ഫേഷ്യലെ 2-ാം അധ്യായത്തിന് 5, 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കൃപയാലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തിയും കാരണമല്ല. അതുകൊണ്ട് ഒരുവൻ പ്രവൃത്തിയാൽ അല്ല സ്വർഗത്തിൽ പോകുന്നത്, പാപക്ഷമ ലഭിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി വേദവസം പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. അതുകൊണ്ട് ഈ സൽപ്രവൃത്തികൾ ആരിൽ നിന്ന് വരണം, എന്തിനു വേണ്ടി വരണം? അതിനുവേണ്ടി നമ്മൾ തികഞ്ഞവരാകണം, പ്രാപ്തരാകണം എന്ന് തന്നെയാണ് വേദവസം പഠിപ്പിക്കുന്നത്. അതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗമാണ് ദൈവവചനം. ആ ദൈവവചനം വളരെ ശക്തമായി പഠിപ്പിക്കുന്ന വിഷയമാണ്. അത് ദൈവ നിവേശിതമാണ്, ദൈവശാസ്ത്രീയമാണ്. അതിന് ഗോഡ് ബ്രീസ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെട്ടിരിക്കുന്നത്. അതിന് ഗ്രീക്ക് പദത്തിൻ്റെ അതിൻ്റെ അർത്ഥം ഗോഡ് ബ്രീസ്ഡ് ഇൻ ടു ഇറ്റ്. ദൈവം ആ അപ്പസ്തോലന്മാരിലൂടെ എഴുത്തുകാരിലൂടെ എഴുതിയതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ ശ്വാസം, അങ്ങനെയാണ് ഇത് രചിക്കപ്പെട്ടത്. ഇത് നമുക്ക് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ ദൈവത്തെയും ദൈവവചനത്തെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ബലം നമുക്ക്, നമ്മൾ എപ്പോഴും പറയാറുള്ള വാക്യമുണ്ട്, ജീവനും ചൈതന്യവുമുള്ള ദൈവവചനം. എവിടെ നിന്നാണ് ഈ ദൈവവചനത്തിന് ജീവനും ചൈതന്യവും കിട്ടുന്നത്? കാരണം അത് ദൈവം പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ജീവനോ അതിന് ബലമോ ഉണ്ടാകുകയില്ല, ചൈതന്യം ഉണ്ടാകുകയില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ വചനമാകിയാൽ അതിന് ആ ശക്തിയും കഴിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ പ്രസംഗിക്കണം, അത് നമ്മളെ രൂപാന്തരപ്പെടുത്തണം, അത് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം, നമ്മൾ നീതീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇതിൻ്റെ 2 തിമോത്തി ലേഖനവും 1 തിമോത്തിയൊക്കെ വായിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിൽ 2 തിമോത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകും. ഈ സൽപ്രവൃത്തികളുടെ സംഭവം എന്താണ്? സൽപ്രവൃത്തികളല്ല നാം സ്വർഗത്തിലേക്കാണ് പോകാൻ പോകുന്നത്, പാപക്ഷമ ലഭിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു വരേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തികൾ പരിശോധിച്ച് ദൈവത്തിന് നമ്മൾ ന്യായം വിധിക്കാമായിരുന്നു. അല്ല. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് പകരക്കാരനായിരുന്നു, സകല മനുഷ്യനും പകരക്കാരൻ, സകല പാപങ്ങൾക്കും അവൻ പരിഹാരം വരുത്തി. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ കൊർന്നോലിയസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. കൊർന്നോലിയസ് പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവമായിട്ടുള്ള ബന്ധം വന്ന് നീതീകരണം പ്രാപിച്ച് ദൈവമനുഷ്യനായി തീർന്ന ഒരു വ്യക്തിയാണ് കൊർന്നോലിയസ്. അപ്പോൾ കൊർന്നോലിയസിൻ്റെ പത്രോസ് പറയുന്നത്, നിൻ്റെ സൽപ്രവൃത്തികൾ ദൈവം മറക്കുന്നില്ല. നമ്മൾ നന്നായിട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ കൂടുതൽ അറിയാൻ തക്കവണ്ണം നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ്.
പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് രക്ഷയോടുള്ള സംബന്ധിച്ച് ഈ കൊർന്നേലിയസിൻ്റെ സുവിശേഷം കൊടുക്കാൻ തക്കവണ്ണം ദൈവം അപ്പോസ്തലനായ പത്രോസിനെ അയക്കുകയാണ്. അവിടെ രണ്ടുപേരും ദൈവം പ്രവർത്തിക്കുന്നു, രണ്ടുപേരും കൂടുന്നു, സുവിശേഷം കേൾക്കുന്നു. ഈ ദൈവഭക്തനായ വ്യക്തി അങ്ങനെ രക്ഷിക്കപ്പെടുകയാണ്. അത് നല്ല പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് പ്രവൃത്തിക്ക് കാരണമല്ല, രക്ഷയ്ക്ക് കാരണമല്ല എന്ന് വേദപുസ്തകം പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ 2-ാം അധ്യായത്തിൽ 2 തിമോത്തിയുടെ 2-ാം അധ്യായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ സൽപ്രവൃത്തികൾ എന്തായിരിക്കണം, അതിനു വേണ്ടി എങ്ങനെയാണ് നമ്മൾ പ്രാപ്തരാകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുവാൻ, പാപക്ഷമ ലഭിക്കുവാൻ, നീതീകരണം പ്രാപിക്കുവാനുള്ള പ്രവൃത്തികളല്ല. ഇത് നീതീകരിക്കപ്പെട്ട പാപക്ഷമ ലഭിച്ചവർ സ്വർഗത്തിന് അവകാശികളായി ദൈവമായിട്ട് ക്രിസ്തു മുഖാന്തരം നിരപ്പ് പ്രാപിച്ചവരുടെ സൽപ്രവൃത്തികളാണ് നാം ഇവിടെ പഠിക്കുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് അല്പമായിട്ടൊന്ന് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണത്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അത് ആകുന്നു എൻ്റെ സുവിശേഷം. എന്താകുന്നു? 8-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് ആകുന്നു എൻ്റെ സുവിശേഷം. പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷം എന്തായിരുന്നു? ഇവിടെ അത് വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട്, ദൈവത്തിനെതിരായിട്ട്, ദൈവവചനത്തിനെതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങളെ സമീപിക്കാനുള്ള സൽപ്രവൃത്തികളാണ് ദൈവവചനം കൊണ്ട് നമ്മൾ പ്രാപ്തരാകേണ്ടത്. എങ്ങനെ ശാന്തമായി അറിവോടുകൂടി, നമുക്കറിയാം ഇവിടെ ഈ 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ 15-ാം വാക്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനെ കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. അത് തിമോത്തിയോടുള്ള ഒരു ഉപദേശമാണ്. നമുക്ക് ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അവിടെ പറയുന്ന യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കർത്താവിൻ്റെ ദാസൻ ഷണ്ട കൂടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതിനുമായി അത്രേ ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് അവനൊരു യോഗ്യത വേണ്ടത്, ഒരു യോഗ്യത ഞാൻ പറയാൻ ആഗ്രഹിക്കണം, ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. ഏബിൾ ടു ടീച്ച് എന്നാണ്. ഏബിൾ ടു ടീച്ചിന് വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ എഴുതപ്പെട്ട വചനം അതേപടി അത് മനസ്സിലാക്കുവാനും അത് പഠിപ്പിക്കാനും തക്കവണ്ണം എബിലിറ്റി വേണം. അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. നാം വഞ്ചിക്കപ്പെട്ട നമ്മുടെ തെറ്റായ വഴികളിലൂടെ അതിലല്പം മാറ്റം വരുത്തി നമ്മൾ പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു എനിക്കോ നിങ്ങൾക്കോ ഗുണമുണ്ടാകില്ല, കേൾവിക്കാർക്കും അത് പ്രസംഗം ഗുണമുണ്ടാകില്ല, ദോഷം സംഭവിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് യഥാർത്ഥമായി നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് 2 തിമോത്തിയോസ് 2-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? സുവിശേഷം എന്നുള്ളതാണ്. ദാവീദിൻ്റെ പുത്രനായി മരിച്ചു ഉയർത്തപ്പെട്ട കർത്താവാണ് സുവിശേഷം. അത് അവൻ പകരക്കാരനായിരുന്നു, അത് പൂർണ്ണമായിരുന്നു, അത് ശിക്ഷാവിധിയായിരുന്നു. ദൈവത്തിന് സംതൃപ്തനായി, അതുകൊണ്ട് അവനെ 3-ാം ദിവസം എടുത്തെഴുന്നേൽപ്പിച്ചു. അത് നമുക്ക് കണക്കിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. രക്ഷ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പവും അത് വിശ്വാസത്താൽ നമുക്ക് ലഭ്യമാവുന്നതുമാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാപിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതെല്ലാം കർത്താവ് യേശുവിൽ ദൈവം ചെയ്തു എന്നുള്ളതാണ് സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് സുവിശേഷത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ സത്യസന്ധമായിട്ട് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കാനും ഒക്കെയുള്ള അതാണ് നല്ല പ്രവൃത്തികൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ 18-ാം വാക്യത്തിൽ 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. പുനരുത്ഥാനം കഴിഞ്ഞു. പലരെ മറിച്ചു കളഞ്ഞു.
അവരുടെ വിശ്വാസമായി കാണിച്ചു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല പ്രവൃത്തികൾ കൊണ്ട്, നല്ല ഉപദേശങ്ങൾ കൊണ്ട്, സ്വഭാവങ്ങൾ കൊണ്ട് നാം അവരെ നേടേണ്ടത് ആവശ്യമാണ്. അതാണ് സൽപ്രവൃത്തികൾ. അത് ദൈവവചനത്താൽ, ദൈവനിവേശിതമായ, ദൈവത്തിൻ്റെ ദൈവസ്വാസ്യമായ ദൈവവചനത്താൽ നമ്മളിൽ ക്രിയ ചെയ്യണം. ആരിലാണ് ക്രിയ ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെട്ട വ്യക്തികളിൽ. ഇത് ഉറപ്പായിട്ട്, എൻ്റെ രക്ഷ എനിക്ക് ഉറപ്പില്ല എങ്കിൽ, ഞാൻ യേശു ക്രിസ്തുവിലും ദൈവത്തിലും വചനത്തിലും ഉറപ്പുള്ള ആളല്ലെങ്കിൽ ഞാൻ എന്ത് പഠിപ്പിക്കാൻ പോവുക? എൻ്റെ അനുഭവങ്ങളോ? അതൊന്നും ആർക്കും ഗുണകരമായിരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു സൽപ്രവൃത്തികൾക്ക് വേണ്ടി നാം പൂർണ്ണത കൈവരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ 19-ാം വാക്യത്തിൽ, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്ന് കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അതുകൊണ്ട് സുവിശേഷ വേലയിലായിരിക്കുന്നവർ, ഉപദേശകന്മാരുടെ ജോലി ചെയ്യുന്നവർ, ഇടയന്മാരുടെ ജോലി ചെയ്യുന്നവർ, ഇടയന്മാർ, പാസ്റ്റർ, ടീച്ചർ, എവാഞ്ചലിസ്റ്റ്, ഈ 3 പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഇത് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥാനങ്ങളാണ്. ഇത് ചെയ്യുന്നവർ എന്തായിരിക്കണം? അനീതി വിട്ടകന്നതാണ്. എന്തൊരു നീതി ചെയ്യുന്നവരായിരിക്കണം. ദുരുപദേശങ്ങളുടെയും വ്യത്യസ്തമായ ഉപദേശങ്ങളെ കൊണ്ട് മറിച്ചിടുന്ന ഈ കാലഘട്ടത്തിൽ നാം ദൈവവചനത്തിലേക്ക് കടന്ന് അതിലെ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നീതീകരണമുള്ളവരായി, പരിശുദ്ധാത്മയുള്ളവരായി, ദൈവവചനത്തെ ഉറപ്പായി വിശ്വസിക്കുന്നവരായി തീർന്ന് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും സുവിശേഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ 21-ാം വാക്യത്തിൽ അവിടെ ഒരു മാനപാത്രങ്ങളും മാനമില്ലാത്ത പാത്രങ്ങളെയും കുറിച്ച് പറയുകയാണ്. ഒരാൾ ഒരു വീട്ടിൽ ഒരുപാട് വെള്ളി സ്വർണം കൊണ്ട് സാധനങ്ങൾ വയ്ക്കും, അല്ലാതെയും മറ്റുള്ള സാധാരണ ഉപയോഗത്തിനും വയ്ക്കും. അപ്പോൾ ഏത് നിങ്ങളായിരിക്കണം? മാനപാത്രങ്ങളായിരിക്കണമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് 21-ാം വാക്യത്തിൽ ഇവയെ വിട്ടകന്ന്, അതിൻ്റെ 21-ാം വാക്യം ഉണ്ട്. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കണം. 20-ാം വാക്യമാണ് എൻ്റെ കോണ്ടെക്സ്റ്റ്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹീനകാര്യങ്ങളും മാന്യകാര്യങ്ങളുടെ ഇടയിൽ നാം എന്ത് തിരഞ്ഞെടുക്കണം? മാന്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് ഇവിടെ. അങ്ങനെ നല്ല വേലയ്ക്ക്, ഗുഡ് വർക്ക്സ്. അപ്പോൾ നമ്മുടെ ഈ ഗുഡ് വർക്ക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ നല്ല, എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ദൈവം രക്ഷിച്ചത്? വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ നല്ല പ്രവൃത്തികൾക്ക്. അപ്പോൾ നല്ല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അനാഥരെ ശുശ്രൂഷിക്കുന്നതാണോ? വിധവമാരെ ശുശ്രൂഷിക്കുന്നതാണോ? കഷ്ടം സഹിക്കുന്നവർക്ക് സഹായിക്കുന്നതാണോ? അതൊക്കെ നല്ല പ്രവൃത്തികൾ തന്നെയാണ്. ഇവിടെ പറയുന്ന ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമല്ല. ദൈവവചനത്താൽ രൂപാന്തരപ്പെട്ട് ദൈവിക സത്യങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല പ്രവൃത്തികൾ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ ഞാൻ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 തിമോത്തി 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ, പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഇവിടെ 21-ാം വാക്യത്തിൽ പറയുന്നത് വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിന് മാനസാന്തരം നൽകുമോ എന്നും. നമുക്ക് മാനസാന്തരം വാസ്തവമായിട്ട് വരുമോ? ശരിയായിട്ടുള്ള മനസ്സിൻ്റെ അന്തരം യേശുക്രിസ്തുവിനെതിരായിട്ടും വേദപുസ്തകത്തിനെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും വിശ്വസിച്ച് നാം അവനെ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ നമ്മൾ മാനസാന്തരം വഴി വിശ്വസിക്കുകയാണ്. അവിടെ ഒരു അന്തരം ആവശ്യമാണ്. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയെ കിട്ടത്തില്ല. ഒരു വിധത്തിലും നമുക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മനസ്സിന് അന്തരം വന്ന് ദൈവവചനത്തിലെ ക്രിസ്തുവിലും ദൈവത്തിലും നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് പിശാചിനാൽ പിടിപ്പെട്ടവരാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രവൃത്തികളെക്കുറിച്ചാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു മാർഗമാണ് ദൈവവചനം. അതുകൊണ്ടാണ് ദൈവവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ. എല്ലാ തിരുവെഴുത്തും. അപ്പോൾ തിരുവെഴുത്തുകളെക്കുറിച്ച് നമുക്ക് ശക്തമായ, വ്യക്തമായ, ഉറപ്പായ വിശ്വാസം ആവശ്യമാണ്. അതാണ് നമ്മളുടെ അടിസ്ഥാനം. കാരണം ഇത് ദൈവവിശ്വാസീയമായതിനാലാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ട് വള്ളി പുള്ളി മാറിപ്പോവുകയില്ല. വള്ളി പുള്ളി ഇത് സ്വർഗത്തിൽ സ്ഥിരമായി എഴുതപ്പെട്ട വചനമാണ്. ഈ വചനത്താൽ ആണ് നമ്മൾ ദൈവന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് സത്യമായിരിക്കണം, സത്യമായാലും മാത്രം. അങ്ങനെ ദൈവവിശ്വാസീയമായ ദൈവത്തിൻ്റെ വചനമാണ് ഇതിന് മുഖാന്തരം. എന്തിനു മുഖാന്തരം? നമ്മുടെ രക്ഷയ്ക്കും സുവിശേഷീകരണത്തിനും നമ്മുടെ സൽപ്രവൃത്തികൾ, പിശാചിനെ പിടിക്കപ്പെട്ടവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള അതൊക്കെ സൽപ്രവൃത്തികൾ. എന്നാൽ ഇപ്പോൾ സഭയിൽ ദാരിദ്ര്യമുള്ളവരുണ്ടാകാം, പ്രയാസങ്ങളുള്ളവരാകും, അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് അതൊക്കെ മിനിസ്ട്രീസിൻ്റെ ഭാഗമാണ്. നമ്മുടെ സൽപ്രവൃത്തികളാണ്, പക്ഷേ അത് മിനിസ്ട്രീസാണത്. നമ്മുടെ പ്രവർത്തന ശൈലിയായിരിക്കണം സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരന്മാരെ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഇതാണ്. എന്നാൽ അതുകൊണ്ടല്ല രക്ഷ പ്രാപിക്കുന്നത് ദൈവവചന പ്രകാരമുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വസിച്ചവർ ദൈവവചനത്താൽ രൂപാന്തരപ്പെടാൻ തക്കണം. അവനെ എന്തൊക്കെ ചെയ്യും? സകല പ്രവർത്തിക്കും തികഞ്ഞവനാകേണ്ടതിന്, പ്രാപ്തരാകേണ്ടതിന്, സൽപ്രവർത്തികൾക്ക് പ്രാപ്തരാകേണ്ടതിന്. അത് ദൈവത്തിൻ്റെ വചനം, അത് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളതാകുന്നു. ഇറ്റ്സ് പ്രോഫിറ്റബിൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ ഓൾ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഓൾ പ്രോഫിറ്റബിൾ, പാസ് എന്ന് വെച്ചാൽ ഓൾ പ്രോഫിറ്റബിൾ. എന്നിട്ട് പറയുകയാണ് അതെന്തോന്നാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്? ഗോഡ് ബ്രീസ്ഡ് വേർഡ്, ദൈവവചനം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രയോജനമുള്ള ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണ നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ള ഈ ദൈവവചനത്തിലേക്ക് നമ്മൾ വരാൻ, അത് വായിക്കാൻ, ഗ്രഹിക്കുവാൻ. ഈ വർഷത്തിൻ്റെ വർഷാരംഭത്തിൽ ഞങ്ങൾ ഇംഗ്ലീഷ് ചാനലിൽ ഞങ്ങൾ തുടങ്ങിയത് സങ്കീർത്തന പുസ്തകം 1 നിന്നാണ്. ദൈവഭക്തനായ മനുഷ്യൻ്റെ ഭാഗ്യം ദൈവവചനത്തെ ധ്യാനിക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും ദൈവവചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം, നമ്മുടെ ശുശ്രൂഷയിൽ സൽപ്രവർത്തിക്ക് നമ്മളെ യോഗ്യരാക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നല്ലവനായ കൃപയാലുവായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിനും ക്രിസ്തുവിനും അവൻ്റെ കാലൊരു മരണത്തിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് വായിച്ച് മനസ്സിലാക്കുവാനും ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുവാനും ഞങ്ങൾ സൽപ്രവൃത്തികൾക്കായിട്ട് പ്രാപ്തരാകുവാനും അതിനുവേണ്ടി ഞങ്ങൾ തികഞ്ഞവരായി തീരുവാനും എല്ലാം ഒരു ദൈവമനുഷ്യനായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോട് പറഞ്ഞയക്കണമേ, അവിടെ കൃപയിൽ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, അടുത്ത ആഴ്ച കേൾക്കാം. താങ്ക് യു വെരി മച്ച്.